ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മുതൽ എന്നിട്ടാണെന്നറിയോ, ഇതൊരു പ്ലാസ്മ ബ്ലാസ്റ്റർ ആണ്. അതായത് ബ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു തോക്കാണ് മനസ്സിൽ ഉദ്ദേശിക്കണമെങ്കിൽ ഇതൊരു തോക്കാണ്, പക്ഷെ വെടിയുണ്ട പോകില്ല, പകരം തീ പോകുന്ന തോക്കാണ്. അപ്പോൾ ഈ കാണുന്ന പ്ലാസ്മ ബ്ലാസ്റ്റർ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് കാണണ്ടേ? അപ്പോൾ സംഭവം സിമ്പിളാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് വെറൈറ്റി ഒരു പ്ലാസ്മ ബ്ലാസ്റ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ്, ആരും തന്നെ ഇത് അനുകരിക്കരുത്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ, എങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാസ്മ ബ്ലാസ്റ്റർ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നോക്കിയാലോ. അപ്പൊ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ പ്ലാസ്മ ബ്ലാസ്റ്ററിന്റെ പണി നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നമ്മളുടെ ഈ കാണുന്ന ഒരു ഗ്യാസ് സ്റ്റോറേജ് തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഗാർഡൻ ഹോസ് ആണ്. ഗാർഡൻ ഹോസിന്റെ തന്നെ ഇച്ചിരി വണ്ണം കൂടി ഇച്ചിരി ക്വാളിറ്റി കൂടി നമ്മൾ എടുത്തിരിക്കുന്നത്. ട്രാൻസ്പെറന്റ് കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷെ നമുക്ക് ട്രാൻസ്പെറന്റ് കിട്ടിയില്ല, ഉള്ളിൽ നൈലോണിന്റെ ത്രെഡ് ഉള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വെച്ചാണ് സെറ്റ് ആക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 3 ഇഞ്ച് ഡയാമീറ്റർ വരുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അക്രിലിക്കിന്റെ ട്യൂബാണ്. അപ്പോൾ ഈ കാണുന്ന ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന്റെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് കാണാൻ പറ്റും. ഇതിന് മുമ്പ് നമ്മൾ ഒരു വലിയ ഇൻഫിനിറ്റി ടാപ്പ് ചെയ്തായിരുന്നു വെള്ളത്തിന്റെ നടുക്ക്. അപ്പോൾ അന്ന് അതിന് വേണ്ടിയിട്ട് നമ്മളിത് കണക്ട് ചെയ്താണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ നമുക്ക് ഇന്ന് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പീസാണ് എടുക്കുന്നത്. ഫ്രഷ് പീസ് നമ്മുടെ അടുത്തുള്ളത് നമ്മൾ മാറ്റി വെക്കാൻ അടുത്ത പരിപാടിക്കൊക്കെ എടുക്കാം. അപ്പോൾ ഇവനെ വെച്ചിട്ടാണ് ഇനി ബാക്കി സെറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ പണികളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ബാരലാണ് നമ്മുടെ പ്ലാസ്മ ബ്ലാസ്റ്ററിൽ ബ്ലാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാരലിന് നമുക്കൊരു പിടി സെറ്റ് ചെയ്യണം, അതായത് ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഏകദേശം 1/2 ഇഞ്ച് തിക്നെസ് വരുന്ന നമ്മളെ പ്ലൈവുഡിന്റെ പീസിലാണ് നമ്മൾ ഇതിന്റെ പിടിക്കാനുള്ള പോർഷനൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു അളവിലേക്ക് വെച്ചിട്ട് നമ്മളൊരു റഫ് ഡ്രോയിങ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ ബ്ലാസ്റ്റർ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ നമ്മൾ വരച്ചെടുത്ത ഈ ഒരു ഡിസൈൻ്റെ നമ്മൾ നേരെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ കട്ടിങ് പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ ജിക്സോ വെച്ചിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ ജിക്സോ വാങ്ങിക്കുന്നതിന് മുമ്പൊക്കെ ഹാക്സോ ബ്ലേഡ് അല്ലെങ്കിൽ നമ്മളുടെ വുഡ് കട്ടറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാറ്. അപ്പോൾ ജിക്സോ വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ കർവുകളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിടി നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പിടിയുടെ ഉള്ളിലേക്ക് നമ്മളുടെ ഈ ഒരു ഹോസ് കയറ്റി വെക്കാൻ പാകത്തിനുള്ള കുറച്ച് ഹോളുകൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തുള സിമ്പിളായിട്ട് ഇടാനായിട്ട് ഈ ഒരു ഡ്രമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഹോളിടൽ പരിപാടി തുടങ്ങുകയാണേ. അങ്ങനെ നമ്മുടെ ഹോസ് കയറ്റാനുള്ള ഹോളിടൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ പരിപാടി ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇത്തിരി പണിയാണ്, ഉള്ളിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ചട്ടപ്പെടാന്ന് നമ്മൾ ഇത് ഹോളിടൽ പരിപാടികൾ തീർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബാരിൽ നമ്മൾ ഹോളിട്ടെടുത്ത നമ്മുടെ ഗ്രിപ്പും കൂടി നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇനി ക്ലാമ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് PVCയുടെ മുറിച്ചൊരു പീസാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യാറുള്ളതാണ്. നമ്മുടെ ഹോട്ട് എയർ ഗൺ വെച്ചിട്ട് നമ്മുടെ PVCനെ നമ്മളൊന്ന് ചൂടാക്കി വഴക്കിയെടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ ക്ലാമ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്ലാമ്പ് ഒരു 3 നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മളുടെ ആ ഒരു ഹാൻഡിലിനുള്ള പെയിൻറ്റിങ് പരിപാടിയാണ് നമ്മളിനി ഇത് ചെയ്ത് തീർക്കുന്നത് കേട്ടോ. അങ്ങനെ പെയിന്റ് അടിച്ച് നമ്മുടെ ഹാൻഡിലൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്ലാമ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച PVCയുടെ ക്ലാമ്പ് വെച്ച് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്ലാമ്പ് വെച്ച് സെറ്റ് ചെയ്യുന്ന പരിപാടി ഭയങ്കര സിമ്പിളാട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാമ്പ് 2 നമ്മൾ എടുക്കുകയാണ്. നേരെ 3ാമത്തെ ഒരെണ്ണം ഇടുന്നുണ്ട്, അത് മുകളിലേക്കാണ്. ഇനി നമ്മൾ ഇതേ ഡ്രൈവ് വാൾ സ്ക്രൂ വെച്ചിട്ട് ഏകദേശം ഒരു 4 ഒരു ക്ലാമ്പിന് വരുന്ന രീതിയിൽ വെച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹാൻഡിൽ നമ്മളിത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒരു പീസ് കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഹോസ് നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് ഹോളിൽ കൂടി കയറ്റാൻ വേണ്ടിയിട്ടാണ് റിങ് പോലെ. അപ്പോൾ ഇത് നമ്മളിവിടെ വെച്ചിട്ട് ഇതുകൂടി സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇവിടെ. അങ്ങനെ നമ്മൾ മുകളിൽ വെച്ച പീസും നമ്മൾ ക്ലാമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹോസ് ഇതിൽ കയറ്റി കഴിയുമ്പോൾ ബാക്കി നമ്മൾ ഈ ഒരു ക്ലാമ്പ് ഊരി കളയും കേട്ടോ. ഇനി നമ്മളുടെ ഈ ഗണ്ണില് ഈ ഒരു കാണുന്ന ഹോസ് ഇങ്ങനെ സ്പ്രിങ് പോലെ കയറ്റി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഹോസ് എടുത്ത് ഇനി ആ ഹോളുകളിൽ കൂടി കറക്റ്റായിട്ട് കയറ്റി ഒരു സ്പ്രിങ് പോലെ ആക്കി എടുക്കാൻ പോവാണ്. ഇത് എന്തിനാന്നുള്ള കാര്യം ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല, നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിലാണ് അത് മനസ്സിലാവുക. അങ്ങനത്തെ നമ്മുടെ ചുറ്റിലേക്ക് അത്യാവശ്യം നല്ല പണിയാണ്. കാരണം നമ്മൾ ഇട്ടുന്ന ഹോളില്ലേ, അത് മുകളിലത്തെ ഹോൾ ഇച്ചിരി ടൈറ്റാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. സ്പ്രിങ് പോലെ. അപ്പം ഇനി നമുക്ക് 3 ഇഞ്ചിൻ്റെ ഒരു PVCയുടെ പീസും ഒരു സ്റ്റോപ്പറും വേണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചുള്ളിൽ കയറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കണേ. ഇനി നമ്മളിത് ഈ PVCമേ ഒരു ഹോൾ ഇടാൻ പോവാണ്. അതായത് നമ്മുടെ ആ ഒരു ഹോസ് കയറുന്ന പാകത്തിനാണ് ഇത് വിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രബടൊക്കെ ഊരിപ്പോയി. ഇനി ഇതിലേക്ക് നമ്മുടെ ഹോസ് കയറ്റി വെച്ചിട്ട് നമുക്കിത് ഗ്ലൂ ചെയ്ത് വെക്കണം. അങ്ങനത്തെ നമ്മളുടെ ഈ ഒരു അറ്റം നമ്മളിതിൻ്റെ ഉള്ളിൽ കയറ്റിയത് നമ്മൾ തൽക്കാലം പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ 2ാമത്തെ എൻഡിൽ നമ്മൾ നേരെ നമ്മളുടെ ഈ ഒരു ടോർച്ചിൻ്റെ വായ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ വുഡുമായിട്ട് ചേർത്ത് വെച്ച് ക്ലാമ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അങ്ങനെ മച്ചാമാരെ ഞാൻ നോക്കി നമ്മുടെ പ്ലാസ്മ ബ്ലാസ്റ്റർ ഇത് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവൻ്റെ ഇനി കണക്ഷൻസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. ഫ്രെയിം വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്ലാസ്മ ബ്ലാസ്റ്ററിന് എനർജി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്ന ബ്യൂട്ടേൻ ഗ്യാസിൻ്റെ ക്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹെഡ്, അതായത് ടോർച്ചിൻ്റെ ഹെഡ് നമ്മൾ ഓൾറെഡി ഈ കാണുന്ന ട്യൂബുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അനങ്ങി പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ സ്ക്രൂ ഇട്ട് ഒരു കെട്ട് കമ്പി കിട്ടി നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിനി നേരെ നമ്മളുടെ ഈ ഒരു ബ്യൂട്ടേൻ ഗ്യാസിൻ്റെ സിലിണ്ടർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗണ്ണിൻ്റെ ഫുൾ മേക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഒരു പ്ലാസ്മ ബ്ലാസ്റ്റർ ആണ്, അതായത് പ്ലാസ്മ ഫ്ലെയിമിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മുതലാണിത്. അപ്പോൾ ഇവനെ നമുക്കൊന്ന് ഒരു ഫസ്റ്റ് റൗണ്ട് ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഗണ്ണിൽ നമ്മൾ പവർ ചെയ്യാൻ പോവാണ്. നമ്മുടെ ബ്യൂട്ടേൻ ഗ്യാസ് നമ്മൾ ഓണാക്കി ഇത് പവർ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനൊന്ന് ഗ്യാസ് ഒന്ന് ഫില്ലാവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ ഗണ്ണൊന്ന് ബ്ലാസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എന്റെ പൊന്നോ, എന്ത് പൊട്ടാ പൊട്ടിയത്. അപ്പം മച്ചാൻ പറയാം, നമ്മുടെ പ്ലാസ്മ ബ്ലാസ്റ്റർ ഒരു പൊട്ടിക്കൽ പൊട്ടിച്ചിട്ട് ഭയങ്കര റീകോയിലൊക്കെ ആയിട്ടാ. പക്ഷെ പകൽ ഇതിന്റെ പവർ കാണാൻ പറ്റൂല. ഇതിന്റെ പവർ കാണുന്നുണ്ടെങ്കിൽ നേരെ ഇത്തിരി ഇരുണ്ട് വരണോട്ടാ. കുറച്ചൊന്ന് സൂര്യൻ താഴട്ടെ കാട്ടിത്തരാം ഇതിന്റെ മുതലിന്റെ പവർ എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നേരെ ഇത്തിരി ഇരുണ്ടൂട്ടാ. ഇനി നമുക്ക് നോക്കി നോക്കാം. അതായത് നമ്മൾ ഈ ഗണ്ണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭംഗി എന്താണെന്ന് ഇപ്പൊ ഞാൻ കാട്ടിത്തരാം. നോക്കിക്കോ, സംഭവം നമ്മൾ ലോഡ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, എന്തുട്ടത് പൊട്ടി പൊട്ടുണ്ട. എന്റെ പൊന്നു, ഇത്ര പവർ ഉണ്ടായി സാധനത്തിന്. എന്റെ പൊന്നു, പവർ സാധനോട്ട് നേരെ ഒന്ന് ഇരുട്ടി കഴിഞ്ഞപ്പോ ഫ്ലെയിം ഒക്കെ പോണത് നമ്മുടെ കൺമുന്നിൽ കാണാം. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്മ ബ്ലാസ്റ്റർ ഇങ്ങനെ ഉപയോഗിച്ച് കളിച്ച് ശരിക്കും നമുക്കൊരു ഹരം പിടിച്ചോട്ടെ. നല്ല രസമായിരുന്നു ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാൻ. നിലത്തൊന്ന് വെച്ച് പൊട്ടിച്ചതാട്ടാ, മൊത്തം പൊടിയായി. സംഭവം എന്തായാലും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ അതായത് പ്ലാസ്മ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയാൽ ഇത്രയ്ക്ക് സക്സസ് ആയിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മുടെ പ്ലാസ്മ ബ്ലാസ്റ്ററിന്റെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ നേരെയായിക്കാണ്. സംഭവം എങ്ങനെയുണ്ട്, രാത്രി കാണുമ്പോൾ ഇതിനുള്ള വ്യൂ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ പ്ലാസ്മ ബ്ലാസ്റ്റർ എന്തായാലും നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്താണ്. ആരും തന്നെ ഇത് അനുകരിക്കരുത്, അപകടങ്ങൾ വരുത്തി വയ്ക്കരുത്. ഒരു എഡ്യൂക്കേഷണൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്, അല്ലാതെ ആരെയും ഹാം ചെയ്യാനുള്ള വീഡിയോ അല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരെയായിക്കാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ കൊച്ചുകുട്ടികൾ ആരും തന്നെ ഇതുണ്ടാക്കി അനുകരിക്കരുത്, ഇത് അപകടങ്ങൾ വരുത്തി വെച്ചേക്കാം. സോ കാണാൻ എൻജോയ് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലത്തെ പ്രവർത്തന തത്വങ്ങൾ മനസ്സിലാക്കുക, അത്ര മാത്രമായിരിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ മറ്റു നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രോയോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.